والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ നമ്മെല്ലാവരും ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തി പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുക. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ അവന്റെ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ബലിപെരുന്നാളിന്റെ നമസ്കാരം നിർവഹിച്ച് ഈദിന്റെ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ്. ഈ സമയത്ത് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി നടത്തേണ്ട ഒന്ന്, നമ്മുടെ കർമ്മങ്ങൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ പുണ്യമാക്കപ്പെട്ട അമലു സ്വാലിഹാത്തുകൾ ധാരാളം പ്രവർത്തിച്ച ആളുകളാണ് നമ്മൾ. നമ്മുടെ തക്ബീറുകളും അതുപോലെ നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇൻഷാ അല്ലാഹ് നിർവഹിക്കാനിരിക്കുന്ന ബലികർമ്മങ്ങളും എല്ലാം തന്നെ സ്വീകരിക്കാനുള്ളൊരു ദുആ, പ്രാർത്ഥന അല്ലാഹുവിനോട് നടത്തുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, ഞങ്ങളുടെ ഈ എല്ലാ അമലുകളും ഞങ്ങൾ സ്വീകരിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അതിനോട് അനുബന്ധമായാണ് ബലിപെരുന്നാൾ നമസ്കാരങ്ങളിലായാലും ചെറുപെരുന്നാൾ നമസ്കാരങ്ങളിലായാലും തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന ഈദിന്റെ സന്ദേശം എല്ലാവർക്കും കൈമാറുകയാണ്. അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്യുന്ന അമലുകൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടണമെന്ന താല്പര്യമാണ്, തേട്ടമാണ്. വിശ്വാസികളെ, അതാണ് നമ്മൾ ഒന്നാമത് നടത്തേണ്ടത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഈദിന്റെ മുസല്ലയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പുത്തൻ ഉടയാടങ്ങളും പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞ് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും പള്ളിയിൽ ഒരുമിച്ച് കൂടി ഈദിന്റെ സന്തോഷവും ആഹ്ലാദവും പങ്കിടാനും അത് കൈമാറാനും ഒക്കെ തയ്യാറായി നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധഭൂമികളിൽ, പശ്ചിമേഷ്യൻ ഗൾഫ് നാടുകളിൽ യുദ്ധത്തിന്റെ ഭീതിയിലും അതിന്റെ പേടിയിലും ഭയത്തിലും ഒക്കെ പെരുന്നാൾ എന്തെന്നറിയാതെ തക്ബീറിന്റെ ധ്വനിമണികളുടെ ശബ്ദം കേൾക്കുന്നതിന് പകരം ബോംബിന്റെയും ക്ലസ്റ്ററുകളുടെയും വെടിയൊച്ചകളുടെയും കേട്ടുകൊണ്ട് പിഞ്ചോമന മക്കൾ പിടഞ്ഞു വീണ് മരിക്കുന്ന രംഗം. എത്രയോ അനാഥകളായി ഫലസ്തീനിന്റെ മണ്ണിൽ തങ്ങൾക്ക് ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ ഉടനാടുകൾ പുതുവസ്ത്രങ്ങൾ അണിയിച്ചുകൊണ്ട് കൈപിടിച്ച് നമ്മൾ ഈദ് മുസല്ലയിലേക്ക് നമ്മളെ കുരുന്നുകളെ കൊണ്ടുവരാൻ എനിക്ക് ഉപ്പയില്ലല്ലോ ഉമ്മയില്ലല്ലോ എന്ന് പരിതപിക്കുന്ന, സങ്കടപ്പെടുന്ന, ഭാര്യയില്ല ഭർത്താവില്ല എന്ന് സങ്കടപ്പെടുന്ന അനാഥകളും അഗതികളും അതുപോലെ വിധവകളുമായ 10,000 ആളുകളെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈദിന്റെ മുസല്ലയിൽ വെച്ച് നമ്മളെപ്പോലെ ഈ ഈദ് ആഘോഷിക്കുന്ന വേളയിൽ എത്രയോ വീടുകൾ മരണത്തിന്റെ വീടുകളായി
കഴിയുന്നതുണ്ട്. ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐസിയുകളിലും ഒക്കെ മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഉള്ള ദുആകളും പ്രാർത്ഥനകളും നമ്മൾ നടത്തണം. നമ്മളൊക്കെ അവരുടെ സ്ഥാനത്താണെങ്കിലും വിശ്വാസികളെ. അതുകൊണ്ട് നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയുള്ള ദുആകളാണ്. അല്ലാഹുവേ, അവരെല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കുക, ആദ്യമായി നമ്മൾ ഇതിന്റെ മുസല്ലകളിൽ നമ്മൾ പ്രതികരിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈദിന്റെ ആ ദിവസം മുതൽ ദുൽഹിജ്ജയുടെ 9 മുതൽ സുബഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ അസ്ർ വരെ നമ്മൾ നടത്തേണ്ട തക്ബീർ ധ്വനികൾ, ആ തക്ബീർ ധ്വനികളാണ് നമ്മുടെ മനസ്സുകളിൽ നിന്ന് അലയടിക്കേണ്ടത്. വല്ലാതെ മാറ്റങ്ങളുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഇത് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഇത് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസി, നമസ്കരിച്ച പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, എനിക്ക് എന്റെ ശരീരത്തെക്കാൾ, എന്റെ ഇച്ഛയേക്കാൾ, എന്റെ താല്പര്യക്കാൾ, എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ ഭാര്യയെയും ഭർത്താവിനെയും, എന്റെ ചേട്ടനെയും അനിയനെയും, എന്റെ മക്കളെയും, സർവ്വതിനേക്കാളും, എന്റെ സമ്പത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത്, എനിക്ക് ഏറ്റവും വലിയ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എന്ന പ്രഖ്യാപനമാണ്. അതാണ് വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അവിടെ എന്റെ ബിസിനസ്സോ എന്റെ കച്ചവടമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പള്ളി മിനാരങ്ങളുടെ ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളിയിലേക്ക് വരാനുള്ള താല്പര്യം ഈ തക്ബീർ ധ്വനികൾ മുഴക്കി യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട ആളുകൾക്കാണ്. മനസ്സിലാക്കണം വിശ്വാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹുവിന്റെ താല്പര്യങ്ങളും ദീനിന്റെ നിയമങ്ങളും ഒരു ഭാഗത്ത് ഏറ്റുമുട്ടുമ്പോ തന്റെ കുടുംബം അതിനെതിരാണ്, മാതാപിതാക്കളെതിരാണ്, ഭാര്യയും ഭർത്താവും അതിനെതിരാണ്, എന്റെ സമൂഹം, എന്റെ മഹൽ അതിനെതിരാണെന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവാണ് വലുതെന്ന് പറയാൻ നമുക്ക് തയ്യാറാകണം വിശ്വാസികളെ. രണ്ടാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ, ആ പ്രഖ്യാപനം ഒരിക്കലും തന്നെ ചുണ്ടുകളിലോ നാവുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം വിശ്വാസികളെ. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമ്മൾ കണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം ഈ തക്ബീറുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു. നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ വീട്ടിൽ, കുടുംബത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, തന്റെ പ്രിയപ്പെട്ട പിതാവും ബിംബാരാധകരും നിർമ്മാണകരുമായ പിതാവിന്റെ അടുക്കൽ പോയിട്ട് ഒന്നാമത് അല്ലാഹു അക്ബർ എന്ന് പറയാൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ ഉള്ള താല്പര്യം അതാ. അദ്ദേഹം പറഞ്ഞില്ലേ യാ അബതി, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്തിനാണ് എന്റെ പിതാവ് ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഅനി അൻക ശൈഅ, പിതാവേ, വിളിച്ചാൽ കേൾക്കാത്ത, ഒന്ന് കാണാത്ത, സങ്കടങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉപകാരവും ചെയ്യാത്ത എന്തിനാണ് ഇവയെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു പിതാവിനോട്. സ്നേഹത്തോടു കൂടി എന്റെ പിതാവേ എന്നുള്ള പ്രയോഗം. ശിർക്ക് ചെയ്യുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോടുള്ള അഭിസംബോധന, അല്ലെങ്കിൽ അല്ലാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മക്കൾ തന്റെ പിതാക്കളോട്, മാതാവിനോട് പെരുമാറേണ്ട? സ്നേഹത്തോടെ വിളിയാണ്. ഇന്ന് മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന മക്കൾ, ദാഷ്ട്യം കാണിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ സ്വത്തിന് വേണ്ടി അറുകൊല ചെയ്ത് പാലത്തിന്റെ താഴെയും കടലുകളിലും സമുദ്രങ്ങൾ നദിയിലേക്ക് വലിച്ചെറിയുന്ന മക്കളുള്ള കാലഘട്ടമാണ്. അവർ വൃദ്ധസദന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെയുമുണ്ട്. ഇബ്രാഹിം നബി യാ അബതി, എന്റെ പിതാവെ സ്നേഹത്തോട് വിളിക്കുക, എന്നിട്ട് പറയുക, എന്റെ പിതാവെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. നിങ്ങൾക്ക് വന്നിട്ടില്ലാത്ത സത്യത്തിന്റെ സന്ദേശം എനിക്ക് വന്നിട്ടുണ്ട് പിതാവേ. ഇന്നി അഖാഫു അയ്യമസക അദാബു മിനർ റഹ്മാൻ, എന്റെ പിതാവേ, ദുനിയാവിലെ ദുരിതവും ദുഃഖവും രോഗവും കഷ്ടപ്പാടുകളും ആക്സിഡന്റുകളും എന്റെ കൺമുമ്പിൽ എന്റെ പിതാവ്, എന്റെ ഉമ്മ ഒരു ആക്സിഡന്റായി വാഹനത്തിന്റെ അടിയിൽ കിടന്ന് പിടഞ്ഞു മരിച്ച്, അല്ലോ ട്രെയിനിന്റെ ഉള്ളിൽ കിടന്ന് ദുരന്തങ്ങളിൽ മരിച്ച് തലച്ചോറും ശരീരവും ചിന്തിച്ചതറിയാലും അതിനേക്കാളും എനിക്ക് സങ്കടം. ഇന്നി അഖാഫു അയ്യമസക അദാബു മിനർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ശിക്ഷകൾ വരും. ആ ശിക്ഷകൾ ഇവിടുത്തെ തീയിനേക്കാളും 69 ഇരട്ടിയുള്ള കരിച്ചു കളയുന്ന, കരിക്കട്ടയാക്കി കളയുന്ന, തലയിലൂടെ ചൂടുവെള്ളം ഒഴിക്കുന്ന, ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ ജ്വലിച്ച് കത്തിക്കരിഞ്ഞ് ആ ശരീരത്തിന്റെ തലയോട്ടികളെ കരിച്ചുകളെ, തൊലികളെ ഇല്ലാതാക്കുന്ന, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും തകർത്ത് കളയുന്ന ആ നരകലോകത്തെ എനിക്ക് ഭയമാണ്. അതുകൊണ്ട് പിതാവേ അല്ലാഹുവിനെ ആരാധിക്കണേ എന്ന് പറയുന്ന സന്ദേശം വിശ്വാസികളെ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവിടെയാണ് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീട്ടിൽ നിന്ന് തന്റെ പിതാവ് ആട്ടിയിറക്കുകയാ. പിതാവ് പറഞ്ഞില്ല, ഇബ്രാഹിം,
ലൈലം തൻതഹി ലാ അർജുമന്നക വഹ്ജുർനി വലിയാ. അല്ലയോ ഇബ്രാഹിമേ, എന്റെ ദൈവങ്ങളെ നീ കുറ്റം പറയുകയാണോ? നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും. പിതാവത ആട്ടി ഓടിക്കുകയാണ് തന്റെ മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. വിശ്വാസികളെ, ആ സമയത്തും പിതാവിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം? ആ സമയത്തുള്ള സമീപനം അല്ലാഹുവിൽ അർപ്പിക്കുക. ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യും, പ്രാർത്ഥിക്കും. സലാമുൻ അലൈക, എന്റെ പിതാവേ നിങ്ങൾക്ക് സമാധാനം, രക്ഷ. ഇസ്ലാമിന്റെ സന്ദേശം അവിടെയാ. ഇസ്ലാം ഒരിക്കലും ഭീകരവാദമോ തീവ്രവാദമോ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല. ഇങ്ങോട്ട് അടിക്കുന്നവർ അതേ രൂപത്തിൽ തിരിച്ചടിക്കണമെന്നല്ല. സലാമുൻ അലൈക, പിതാവ് കല്ലെറിഞ്ഞ് ആട്ടി ഓടിച്ചിട്ട് പോലും പിതാവ് നിങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന AK-47ന്റെയോ ഭീകരവാദത്തിന്റെയോ അല്ലെങ്കിൽ ആളുകൾ നിഷ്കരണം ചെയ്യുന്നതിന്റെ മതമല്ല ഇസ്ലാം. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാന രക്ഷയും ഉണ്ടാകട്ടെ എന്ന് പറയുന്ന മതം. അവിടെയാണ് ഇബ്രാഹിം നബി. അതിലും മാതൃകയുണ്ട് വിശ്വാസികളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധനം നിർത്തിയില്ല. അല്ലാഹു അക്ബർ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും പറയുന്ന ആളുകളെ കണ്ടപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ഈ അസ്തമിക്കുന്ന സൂര്യനെയല്ല, അസ്തമിക്കുന്ന നക്ഷത്രങ്ങളെയല്ല നിങ്ങൾ ആരാധിക്കേണ്ട. എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന പടച്ച തമ്പുരാനാണ്. ഫാത്തിറ സമാവാതി വൽ അർദി ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അലീഫൻ അതറ സമാവാതി വൽ അർദി അലീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന പ്രഖ്യാപനം. വിശ്വാസികളെ, ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന് നേർക്ക് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന ആളല്ല. വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം, അല്ലാഹുവേ, ഇന്ന സ്വലാത്തി വനുസുകി വമയ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും അല്ലാഹ് ലില്ലാഹി റബ്ബിൽ ആലമീൻ, നിനക്ക് മാത്രമേ ഞാൻ അർപ്പിക്കുകയുള്ളൂ. വിശ്വാസികളെ, നമ്മൾ ആലോചിക്കണം. 5 നേരത്തെ നമസ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടി നമ്മൾ അല്ലാഹുവോട് എന്താ പറയുന്ന പ്രതിജ്ഞയെന്നോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. എങ്ങനെയാ മുസ്ലിമേ അത് കഴിഞ്ഞ് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അതിന്റെ സ്റ്റെപ്പുകൾ തട്ടി നീ മലർന്നടിച്ച് വീഴുമ്പം മൊഹിദീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ ഇന്ന നബിയെ രക്ഷിക്കണേ എന്ന് പറയാൻ എങ്ങനെ തോന്നുന്നു? വിശ്വാസികളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഒരിക്കലും ശിർക്ക് വെക്കുന്ന ആളല്ല, ഞാൻ മുസ്ലിമാണ്. ഒരു മുസ്ലിമിന്റെ പ്രഖ്യാപനത്തിൽ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും തന്നെ റബ്ബേ അല്ലാഹുവിനോടുള്ള പ്രതിജ്ഞ നിറവേറ്റണം. ഇബ്രാഹിം അല്ലദീ വഫ, ആ പ്രതിജ്ഞ നിറവേറ്റിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് വിശ്വാസികളെ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ആരാധനക്ക് അർഹനില്ല, തക്ബീർ ധ്വനികൾ മുഴക്കുന്നവർക്ക് അതിനർഹത ഉണ്ടാകണമെങ്കിൽ അല്ലാഹു സ്വീകരിക്കണം. അല്ലാഹുവേ ഞങ്ങൾ സ്വീകരിക്കണേ എന്ന് പറയണമെങ്കിൽ ചെറുക്ക് ചെയ്ത അമലുകൾ ബാത്തിലാകും, നിന്റെ നോമ്പ് ബാത്തിലാകും, ലക്ഷങ്ങൾ മുടക്കി നീ ചെയ്ത ഹജ്ജ് ബാത്തിലാകും. ഇന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ ആളുകൾ ജാറങ്ങളിലും മക്ബറകളിലും പോയി അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു പോകുന്നു. അല്ലേ? അല്ലാഹു അല്ലാത്ത ആളുകൾ ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എന്താ? അല്ലാഹ് കൊടുത്ത കഴിവിൽ അല്ലാഹ് ഒരു പങ്ക്, അല്ലാഹ് കൊടുത്ത കറാമത്ത്, കഴിവ്, മുഅ്ജിസത്ത്, ഹക്ക്, ജാഹ്, ബർക്കത്ത് മുൻനിർത്തി അങ്ങനെ തേടുന്നു. ഇതന്നെയാണ് ശിർക്കിന്റെ അംശം. അല്ലേ? മക്കയിൽ മുശ്രിക്കുകളായ ആളുകൾ ഹജ്ജ് കർമ്മം ചെയ്യാൻ തൽബിയത്തിന് വരുമ്പോൾ ലബ്ബൈക ലാ ശരീക ഇല്ലാ ശരീകൻ വലക തംലികു വമാ മലക, ഒരു പങ്കാളിയും ഇല്ല. നീ ആ പങ്കാളി, നീ കൊടുത്ത കഴിവുകൾ ഉടമപ്പെടുത്തിയ പങ്കാളിയാണ്, നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ആ പങ്കാളിയോട് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ റസൂൽ പറയും, നിർത്തു, പറയല്ല അത് പറയല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ, ഇബ്രാഹിം നബിയുടെ അനുയായികൾ, വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ജനങ്ങളോട് പറയുന്നത്, ഞാനാണ് ജീവിപ്പിക്കുന്നത്, ഭരിക്കുന്നത് ഞാനാണ് ദൈവം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു, ഇബ്രാഹിം നബി, റബ്ബി അല്ലദീ യുഹ്യി വയുമീത്, എന്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ റബ്ബ്. ഫഇന്നല്ലാഹി യഅതി ബിശംസി മിനൽ മശ്രിഖ് വഅതി ബിഹാ മിനൽ മഗ്രിബ്, എന്റെ റബ്ബ് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിപ്പിക്കും, പടിഞ്ഞാറ് അസ്തമിപ്പിക്കും. എന്നാൽ നീ ഒന്ന് അല്ലാഹു തആല മശ്രിഖിൽ നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നു, അതിനെ പടിഞ്ഞാറ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ പടിഞ്ഞാറ് കൊണ്ടുവാ എന്ന് നമ്രൂദ് രാജാവിനോട് ഫബുഹിതല്ലദീ കഫർ അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ ഉത്തരം പൊട്ടിപ്പോയി.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ സംവാദങ്ങളാണ്. അല്ലദീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്, എന്റെ റബ്ബ് ആരാണ്? റബ്ബുൽ ആല അല്ലദീ ഖലഖനി വഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, എന്റെ ശരീരപ്രകൃതി സൃഷ്ടിച്ചവൻ, എനിക്ക് വായുവും വെള്ളവും വെളിച്ചവും അന്നവും വസിക്കാനുള്ള ഭൂമിയും എല്ലാം സൗകര്യപ്പെടുത്തി തന്നവനാണ്. എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ കുടിപ്പിക്കുന്നവൻ, എനിക്ക് രോഗപരിശീലയാക്കുന്നവൻ. അങ്ങനെയുള്ള റബ്ബിനെയാണ് പരിചയപ്പെടുത്തേണ്ടത്. ഇന്ന് ആളുകൾ, അല്ലാഹുല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാണ് അല്ലേ? എല്ലാറ്റിന്റെ മുമ്പിൽ അങ്ങോട്ട് പോയി കൊടുക്കാണ്, അതിനെല്ലാം അങ്ങോട്ട് സമർപ്പിക്കുകയാണ്, നേർച്ചകൾക്കും വഴിപാടുകൾക്കും ഒക്കെ അല്ലെ? അള്ളാഹു പറയാണ് എന്നെ നിങ്ങൾ ആരും കുടിപ്പിക്കുകയോ തീറ്റിപ്പിക്കുകയോ ചെയ്യേണ്ട. എന്നെ ആരാധിച്ചാൽ മതി. ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ ഭക്ഷിപ്പിക്കണം എന്ന്. എന്റെ രോഗം അള്ളാഹു തരുന്ന അള്ളാഹാണ്. ഇത് ഇന്ന് അസുഖം രോഗവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് പാഞ്ഞെടുക്കുകയും അവിടെ പോയി ഉറുക്കുകളും നൂലുകളും മന്ത്രിച്ചുതി കെട്ടുകയും ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ബലിപെരുന്നാളിന്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു തക്ബീർ മുഴക്കാൻ സാധിക്കും? വിശ്വാസികളെ, നമ്മൾ ആലോചിക്കണം. 1000 വട്ടം മുഹയ്യിദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുക, യാ ഷെയ്ഖ് യാ അബ്ദുൽ ഖാദിർ ജീലാനി പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവേ രക്ഷിക്കുക, അല്ലാഹുവേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ പ്രായാധിക്യമായി താങ്ങും തണലുമായി 80ഓളം വയസ്സായിട്ട് എനിക്കൊരു സന്താന ലബ്ധിയില്ലാതപ്പം സന്താനത്തെ തരണം. മുൻപ് ജീവിച്ചു പോയ നൂഹ് നബിയോടോ ആദം നബിയോടോ പണ്ടുള്ള പ്രവാചകന്മാരുടെ ഹക്കോ ജാഓ ബറക്കത്തോ മുൻനിർത്തി അവരുടെ ഖബറിന്റെ അടുക്കൽ പോയി ദുആ ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല സന്താനങ്ങളെ കിട്ടാൻ. ഇന്ന് പല ദലകളും ധാരകളും മക്ബറകളും ഒക്കെ മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റിയിൽ പറയുന്നത് അവർക്ക് ആഗ്രഹസഫലീകരണ സന്താനങ്ങൾ ലഭിക്കാൻ, രോഗശിഫയാകാൻ. വിശ്വാസികളെ, ഇവിടെ ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം നമ്മൾ മനസ്സിലാക്കണം, നെഞ്ചേറ്റണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആ ഇബ്രാഹിം നബിയുടെ ആ ഒരു പ്രഖ്യാപനം അല്ലാഹുവോട് ദുആ ചെയ്തു. അങ്ങനെ ആളുകൾക്ക് ദഅവത്ത് താൻ മനസ്സിലാക്കിയ തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക, ആ പ്രതിജ്ഞ അനുസരിച്ച് ജീവിക്കുക. ഇതാണ് മാതൃകയാക്കേണ്ടത്. വിശ്വാസികളെ, അഗ്നികുണ്ഡാരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളൊരു യുവാവിനെ അറിയാം. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ചെറുപ്പക്കാര് ബാധ്യതകളുണ്ട് നമ്മുടെ മുന്നിൽ. ദഅവത്ത് എത്തിക്കണം. ഇന്ന് ഒരുപാട് അല്ലാഹുവിനെ ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ശിർക്കിന്റെ വിഭവങ്ങൾ, അതിന്റെ നെറ്റുകൾ, അതിന്റെ നെറ്റ്വർക്കുകൾ തന്നെ വലവിരിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ നമ്മളാൽ കഴിയുന്ന സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് നമ്മളാൽ കഴിയുന്ന ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ദഅവത്ത് നടത്തണം. എല്ലാവർക്കും ഉണ്ട് ബാധ്യത അല്ലേ? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, അല്ലാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അവരോട് സഹായ സങ്കടങ്ങളൊക്കെ പറയുന്നത്, അല്ലാഹുവിന്റെ അടുക്കൽ ഇവർ ശുപാർശ പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞൊരു വാക്ക്, അധികാളികൾ ഇതിനെ വിഗ്രഹാരാധന സമാനമായിട്ടുള്ള അതേ കാര്യങ്ങളിൽ, ഒരു വിഗ്രഹത്തിന്റെ ദർഗയിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ എണ്ണയും അവിടെ വിളക്ക് കത്തിക്കലും അവിടെയുള്ള പ്രഭാവങ്ങളുടെ ഒക്കെ വഴിപാടുകളൊക്കെ എറിഞ്ഞു കൊടുക്കലും സമാനമാണ്, വിഗ്രഹാരാധനക്ക് സമാനമാണ്. കബറുകളെ ആൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ധാരാളം വിശ്വാസികളെ സ്നേഹത്തോടു കൂടി അവരോട് പറയണം വിശ്വാസികളെ, ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇബ്രാഹിം മില്ലത്ത് അനിത്തബിയ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണം എന്ന് നമ്മളോട് പറഞ്ഞാൽ ആ മില്ലത്ത് നമ്മൾ പിൻപറ്റുക. വിശ്വാസികളെ, മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു എന്ന് സമർപ്പിക്കാൻ പറഞ്ഞാൽ അതിന് തയ്യാറാവുക. ഇബ്രാഹിം നബിക്ക് അല്ലാഹു സന്താനത്തെ കൊടുത്തു. ആ സന്താനത്തെ അല്ലാഹു തആല ഒരു പരീക്ഷണാർത്ഥം ഇബ്രാഹിം റബ്ബഹു ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിച്ചു. ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ഈ കുഞ്ഞിനെയും ഈ കുഞ്ഞിന്റെ മാതാവിനെയും ഒക്കെ അങ്ങ് ആരാരുമില്ലാത്ത, വെള്ളമില്ലാത്ത, ജനവാസമില്ലാത്ത, നാഗരികതകളില്ലാത്ത ആ മക്കയിൽ മണലാരണ്യത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ താമസിപ്പിക്കാൻ തയ്യാറായി അല്ലാഹുവിന് വേണ്ടി തന്റെ കുടുംബത്തെക്കാളും തന്റെ മക്കളെക്കാളും മറ്റുള്ളവരെക്കാളും ഏറെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുക്കൽ, കൃഷിയില്ലാത്ത ജനവാസമില്ലാത്ത അടുക്കൽ എന്റെ സന്താനത്തെ ഞാൻ താമസിപ്പിച്ചു. അല്ലാഹു ഏൽപ്പിക്കുകയാ. നമ്മൾ വിചാരിക്കുക എന്റെ മകന്റെ ഭാവി എന്താ, എന്റെ മകളുടെ ഭാവി എന്താ, എന്താണ് അവരുടെ അവസ്ഥ, ബേജാറാകില്ല. അല്ലാഹുവോട് പറയാ, റബ്ബേ നിന്റെ പേരിൽ അവർ നമസ്കാരം നിലനിർത്താനാണ്. നമസ്കാരം മക്കൾ നിലനിർത്തണമെങ്കിൽ അത് പ്രധാനപ്പെട്ട ഉപ്പയും ഉമ്മയും ഒക്കെ ശ്രമിക്കണം.
അല്ലെ? അതൊരു കടമയാണ്. ഇബ്രാഹിം മില്ലത്തിന്റെ മാർഗമാണ്. റബ്ബി ജഅൽനി മുഖീമ സ്വലാമിൻ, നമ്മൾ പള്ളിയിൽ പോകണം, ജമാഅത്തിന് മക്കളെ കൂട്ടണം, എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. മുസ്ലിമായി ഇസ്ലാം അനുസരിച്ച് മാതാപിതാക്കൾ ജീവിക്കണം. അവിടാണ് ഇബ്രാഹിം നബി ഹാജറ നബി മാതൃക കാണിച്ചത്. എന്നിട്ട് പറയണം ഞങ്ങളെ മുസ്ലിമീങ്ങളായി മാതൃകയായി കാണിച്ചു തരണേ എന്ന്. വിശ്വാസികളെ ഇത് മനസ്സിലാക്കുക. എന്നിട്ട് ജനങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങോട്ട് ചായ്പിക്കണേ. എല്ലാ ഫലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും മണലാറിന്റെ ഭൂമിയിൽ നിൽക്കുന്ന ഇന്ന് എല്ലാ ഫലവർഗ്ഗങ്ങളും കിട്ടുന്ന ഇബ്രാഹിം ഇവിടെ പ്രാർത്ഥന ഫലമായി. ആ സമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസിപ്പിക്കുകയാ. എന്നിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചപ്പം ആ സമയം തിരിഞ്ഞു നോക്കി അല്ലാഹുവിന്റെ കൽപ്പന, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ സമയം ഹാജറ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിമേ നിങ്ങൾ ഇഷ്ടപ്രകാരമാണോ, അല്ല അല്ലാഹു കൽപ്പിച്ചിട്ടാണോ ഞങ്ങൾ ഇവിടെ താമസിപ്പിച്ച് ഈ ചോര പൈതലിനെയും എന്നെയും ഇവിടെ താമസിപ്പിച്ച് ഏതാനും ചില ഈത്തപ്പഴങ്ങളും വെള്ളവും തന്നു പോകുന്നത്? ആ സമയം ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു നഅം അതെ എന്ന് പറഞ്ഞപ്പോ ഹാജറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദൻ ലാ യുദയ്യുനാ, അല്ലാഹു ഞങ്ങളെ ഒരിക്കലും കഷ്ടപ്പെടുത്തുകയില്ല, അല്ലാഹു ഞങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല, അല്ലാഹു ഞങ്ങൾക്ക് ദുരിതമുണ്ടാക്കുകയില്ല. അല്ലാഹു വരമേൽപ്പിക്കാനുള്ള ഒരു കരുത്ത് വേണം സഹോദരിമാരെ. ഹാജറ റളിയല്ലാഹു അൻഹയെ പോലെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും പരീക്ഷകളും വരുമ്പോൾ ടെൻഷനായി ആകെ പതറി പോകുന്ന രംഗമല്ല. അല്ലാഹുവിൽ അർപ്പിക്കണേ, അല്ലാഹുവോട് ദുആ ചെയ്യണേ. ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടെയും മാതൃകയുണ്ട് വിശ്വാസികളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത അവസാനത്തെ കൽപ്പന തന്റെ മകനെ അറുക്കാനാ. യാ ബുനയ്യ അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറ. എന്താ പോലെ നിന്റെ അഭിപ്രായം? സായം സന്ധ്യയിൽ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ആ ശരീരത്തിന് തണലുമാകേണ്ട ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്മായിൽ അലൈഹി സ്വലാം ഓടി നടക്കാനും പ്രവർത്തിക്കാനും പ്രായമായ കൽപ്പന ബലിയർപ്പിക്കണം. തന്റെ മകനോട് ചോദിക്കുക, എന്താ മോനെ അഭിപ്രായം? മക്കളോട് ദീനിന്റെ കൽപ്പന പറയാൻ ആ സമയം മകൻ പറഞ്ഞു, അല്ലാഹുവിനെ കൽപ്പിച്ച നടപ്പില്ല. മക്കളെ, മാതാപിതാക്കളോട് ഇങ്ങനെയാ പെരുമാറേണ്ടത്. എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്ന് പെരുമാറണം, അല്ലേ? മാതാപിതാക്കള് മക്കളോട് ഇങ്ങനെയാ, എന്റെ മോനെ, എന്റെ കുഞ്ഞുമോനെ, കുഞ്ഞുമോളെ എന്നുള്ള പ്രയോഗം ഇബ്രാഹിമിയുടെ മില്ലത്താണത്. അതുപോലെ തന്നെ മക്കള് മാതാപിതാക്കൾ യാ അബത്തി എന്ന് പറയും, യാ ഉമ്മി, എന്റെ ഉമ്മ എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹ ശൈലി അല്ലാഹ് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ ജീവിക്കാം, അല്ലേ? അങ്ങനെതാ മിനയുടെ കാൽവാലിൽ കൊണ്ടുപോയി കത്തി വെച്ചുകൊണ്ട് കത്തി വെക്കാൻ വേണ്ടി ഒരുങ്ങുകയാ. ജനിച്ചു കടത്തണം, അതെ എന്റെ മുഖം നിങ്ങളുടെ മുഖത്തേക്ക് ആകരുത് പിതാവ്, സങ്കടം കൊണ്ട് പ്രയാസം കൊണ്ട് വിഷമം കൊണ്ട് വരുമെന്ന് പറഞ്ഞപ്പോ ആ സമയം അല്ലാഹു തആലയുടെ കൽപ്പന വരികയാ, ഇബ്രാഹിം അങ്ങ് ഒരു പരീക്ഷണത്തെ വിജയിച്ചിരിക്കുകയാണ്. അതല്ല ബലാഉൽ മുബീൻ, വ്യക്തമായ പരീക്ഷണം. പകരം ഒരു ബലിമൃഗത്തെ അറക്കുക, അതിന്റെ ഭാഗമായ ബലികർമ്മം. വിശ്വാസികളെ, ആ ബലികർമ്മം നമ്മൾ നിർവഹിക്കുന്നവരാ. അതുകൊണ്ട് ഈ എല്ലാ മാതൃകകളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ നിന്ന് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി എല്ലാറ്റിനും. അഗ്നികുണ്ഡാരത്തിൽ എറിയപ്പെട്ടപ്പോഴും അവരെല്ലാവരും ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, അല്ലാഹു മതി എന്നുള്ള പ്രയോഗം തൗഹീദും കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ സ്വയം പ്രഖ്യാപിക്കുക, മറ്റുള്ളവർക്ക് ദഅവത്തും പ്രബോധനവും പ്രചാരകരമാവുക, തൗഹീദിന്റെയും കാര്യങ്ങളുടെയും ജീവിതത്തിൽ പകർത്തി മാതൃകയാവുക. അതുപോലെ തന്നെ ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സഹിക്കുക, ക്ഷമിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബിയുടെ മാതൃകയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം പ്രാവർത്തികമാക്കുകയും ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുക. വിശ്വാസികളെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളെല്ലായ്പ്പോഴും നമുക്ക് സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ, പ്രാർത്ഥിച്ചാൽ പോരാ. അല്ലാഹു ഞങ്ങളുടെ നാട് സുരക്ഷിതമായ സമാധാനമുള്ള നാടാക്കണേ. പല രൂപത്തിലുള്ള ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളും സമാധാന കെടുത്തലുകളും ഒക്കെ പല രൂപത്തിലുള്ള മതത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, നിറവേറ്റമുള്ള രാജ്യമാക്കണേ എന്ന്. വിശ്വാസികളെ, അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾക്കൊക്കെ നൽകി ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. വിശ്വാസികളെ, മതം ജീവിതത്തിൽ അനുഷ്ഠിക്കുക. മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ് അല്ല.
നമ്മുടെ ജീവിതം നമുക്ക് തന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനനുസരിച്ച് നമ്മുടെ കണ്ണിന്റെ ഇമ വെട്ടുന്നത് അള്ളാഹുവിന്റെ തീരുമാനം, നമ്മുടെ ഹാർട്ടിന്റെ പുറം അള്ളാഹുവിന്റെ തീരുമാനം, നമ്മുടെ ജരാനര വൈദിക്കുന്ന അള്ളാഹുവിന്റെ തീരുമാനം. നമുക്കൊന്നും ചെയ്യാം, അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക. മുസ്ലിങ്ങളെ കൊണ്ടല്ല ഇപ്പോഴാ മരിക്കുന്ന അറിയുകയില്ല. ഈ പെരുന്നാൾ കഴിഞ്ഞ പെരുന്നാളിനെ കുത്തുബ നിർവഹിക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ കേരളത്തിലൊരു ഇമാമ് കുഴഞ്ഞു വീണ് മിമ്പറിൽ നിന്ന് മരിച്ചു മയ്യത്ത് കൊണ്ടുപോയി. ഇപ്പൊ നിങ്ങളും ഞാനും ഒക്കെ പുതിയ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, നമ്മൾ അയക്കും എന്ന് ഉറപ്പാണുള്ളത്. വേറെ ആൾ നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴോ അയക്കുകയാണെങ്കിലും, നമ്മുടെ മരണമാണെങ്കിലും സുഭിക്തമായ ഭക്ഷണം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി നമുക്ക് കഴിക്കാൻ വായുണ്ട് എന്ത് ഉറപ്പാണുള്ളത്. എത്രയാണ് ആക്സിഡന്റുകൾ, കുഴഞ്ഞു വീണ മരിക്കലുകൾ. ഏത് സമയത്താണ് വിശ്വാസികളെ സംഭവിക്കുന്ന? ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. നാളും നമ്മൾ ഭക്തിയോട് തഖ്വയോട് കൂടി ജീവിച്ചു എപ്പോഴാണ് മരിക്കുന്നത്? രാത്രി രാവിലെ എപ്പോഴും മരിക്കുക. ആ ഒരു ഭക്തിയോട് തഖ്വയോടുകൂടി ആത്മാർത്ഥമായ വിശ്വാസികളെ ഈമാൻ കൈവിടാതെ ആ മില്ലത്ത് ഇബ്രാഹിം പിൻപറ്റി അങ്ങനെ ജീവിക്കുക. ഏറ്റവും സുന്ദരമായ ഈ ദിവസത്തിൽ തക്ബീർ ധ്വനികൾ കൊണ്ട് ഇന്നാണ് ഏറ്റവും വലിയ അല്ലാഹുവിൽ പ്രാധാന്യമുള്ള ദിവസം തക്ബീർ മുഴക്കുക. ആഘോഷത്തിന്റെ പേരിൽ അതിരുവിടാതിരിക്കുക. എല്ലാ പാട്ടും കൂത്തും മ്യൂസിക്കും പടക്കം പൊട്ടിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആഭാസങ്ങൾ ഒഴിവാക്കണം. ആഘോഷത്തിന്റെ ദീനുൽ ഇസ്ലാമിൽ നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല. പെരുന്നാളിന്റെ ദിവസവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബ ബന്ധം അതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ, ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങാനുള്ളതാണ്. വീടുകൾ സന്ദർശിക്കണം. കുടുംബഹാലിയുടെ സമയമാണ് പെരുന്നാൾ. അത് നമ്മുടെ മക്കളെ കൂട്ടി കുടുംബ ബന്ധങ്ങളെ പരിചയപ്പെടുത്തണം. അതുപോലെ ആരെങ്കിലുമായി പിണങ്ങി നിൽക്കുക, തെറ്റി നിൽക്കുക, അയൽവാസികളോ മാതാപിതാക്കളോ മക്കളോ ഭാര്യ ഭർത്താവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി എന്ന് പറഞ്ഞ് അവർ ആലിംഗനം ചെയ്ത് ഒന്നാകാനുള്ള സമയമാ. ഇല്ലെങ്കിൽ നിന്റെ നമസ്കാരം, നിന്റെ ഉദയത്തും നിന്റെ കർമ്മങ്ങളും അല്ലാഹുവിന് വേണ്ട പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകളുടെ എന്ന് മനസ്സിലാക്കണം. ആ തെറ്റിൽ നന്നാവാനുള്ള ഒന്നാണ്. വിശ്വാസികളെ നമ്മൾ മറ്റുള്ള ആളുകൾ ദഅവത്ത് എത്തിച്ചു കൊടുത്ത് മുസ്ലിമായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ എല്ലാ പെരുന്നാൾ നമസ്കാരവും കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ള ഒരു സുന്നത്ത്, അത് സ്വതക്കകളും ദാനധർമ്മങ്ങളും സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. അത് ഇന്നും ഈ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാലുള്ള ആ സ്വതക്കകൾ ദാനധർമ്മങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹൊക്കെ നമുക്ക് പലതും വിശ്രമിച്ച് ജോലി, വീടും സൗകര്യം, വരുമാനം ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു എന്ന് ആലോചിക്കുക. അത് ഇന്നും നിർവഹിക്കണം എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹുവെ ഞങ്ങളുടെ കർമ്മങ്ങൾ ഈമാനോട് തഖ്വയോടെ സ്വീകരിക്കണമേ. അള്ളാഹു പെരുന്നാൾ നമസ്കാരത്തിൽ, ഈ പെരുന്നാളിന്റെ ആഘോഷത്തിൽ, പെരുന്നാളിന്റെ ഉടയാടൽ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ കൂടെ ആഘോഷിക്കേണ്ട ഒരുപാട് ആളുകൾ, പലരും ദുരിതത്തിൽ, ദുഃഖത്തിൽ, യുദ്ധത്തിന്റെ ഭൂമിയിലും ഭീതിയിലും പീഡിയിലും ഒക്കെ അള്ളാഹുവെ അവർക്ക് സമാധാനം, സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാക്കൾ, പിതാക്കൾ, ഉറ്റവരുടെ എല്ലാവർക്കും റഹ്മത്തും നൽകി അവരെ ഞങ്ങളുടെ സ്വർഗത്തിൽ അംബിയായിന്റെ ഔലിയായിന്റെ സിദ്ദീഖിന്റെ ശുഹദാക്കളുടെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൊണ്ടുവരണമേ. അള്ളാഹുവെ ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം തഖ്വയോടുകൂടി, ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി ഞങ്ങളെ സ്വീകരിക്കണമേ. അള്ളാഹുവെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് അനുസരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ഹത്യയാളുടെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും സമാധാനവും സുരക്ഷയും നൽകണമേ. അള്ളാഹു ഞങ്ങളുടെ നാടിന് നിർഭയത്വവും സമാധാനം നൽകി സമാധാനമുള്ള നാടാക്കി മാറ്റണമേ. അള്ളാഹുവെ എല്ലാ സമയത്തും ഞങ്ങളുടെ മക്കളെ കണ്ണിന് പുറമെയുള്ള മാതാപിതാക്കളെ മക്കളെ ഇടകളെ കണ്ണിന് പുറമെയുള്ള ആക്കി തീർക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. اللهم صل على